എന്താ സംഭവം? ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? എന്നാന്നറിയത്തില്ല. അല്ല, കാണാൻ നല്ല ലുക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ല, ഉള്ളിൽ ചതി നമുക്ക് പിടിയിട്ടൂല പെട്ടെന്ന്. ഒന്നില്ലെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഫീസ് ചെയ്തായിരിക്കുള്ളൂ, അല്ലെങ്കിൽ വഴി കിടക്കൂല ഇങ്ങനെ. ഇതെന്താ അത് സംഭവം? ചേട്ടൻ്റെ അവളുടെ കല്യാണമാണ്. ഇതാ വീട് കണ്ട, അവിടെ വെച്ചാണ് കല്യാണം. പിന്നെ നല്ല പയ്യനാണ് കേട്ടാ. ചേട്ടൻ്റെ മോളായതുകൊണ്ട് പറയല്ല, അവളെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെണ്ണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. എന്ത് പറ്റി? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. മോനകത്തേറി കൂടാ, സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, ഞങ്ങൾ പിടിച്ചേരാ. ചെല്ലേ ചേട്ടൻ കന്നേട്ടാ, നന്നേ മോനും കേറിക്കോ, കേറിക്കോന്ന്. ഇത് ഞങ്ങളേറ്റ് പിടിച്ചോട്ടാ. ആക്സിലേറ്റർ കൊടുത്തോടാ, വെച്ചോനെ കൈ വെച്ച് കാലെടുത്തോ. മൂടിട്ടാണ് വാഴക്കൊല്ലേനാ. അതൊന്നും വേണ്ട, ഇരിക്കട്ടെ, നന്നായി വരട്ടെ. എന്താ കാണിക്കണത്? ശരി എന്നാ. എന്തായാലും പയ്യനല്ലേ, നമ്മുടെ ഇളയ മോളെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ തുരുത്തിന് കൊടുക്കണം. മാലേന്തി പോണു മാല. എടോ, ആ പയ്യൻ്റെ അയാളുടെ വീട്ടുകാരെ നാണക്കേട് നിങ്ങൾ ആലോചിച്ചോ? പോരാത്തതിന് അയാളൊരു പോലീസുകാരനും. സാറെ, പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ ആ സാറിനോട് പറഞ്ഞതാ എനിക്കൊരാളെ ഇഷ്ടമാണെന്ന്. വീട്ടുകാരോടും പറഞ്ഞതാ. ശരി, വാ. അതെ, ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ന്യായം ഇവരുടെ ഭാഗത്താണ്. സാറേ, ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് അവൻ ചെന്ന് വിളിച്ചപ്പോൾ അവൾ ഇറങ്ങി വന്നു, അത്രയേ ഉള്ളൂ. അച്ചോ, ഇതിൽ ഞങ്ങൾ പോലീസിന് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായ ആൾക്കാരാ. തീരുമാനം ഇവരുടേതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ സോളമന്റെ ഗാർഡിയൻ എന്ന നിലയ്ക്ക് പറയുകയാണെന്ന് തന്നെ കൂട്ടിക്കോ. ഇതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ സമ്മതിച്ച ഈ കല്യാണം പന്തലി വെച്ചിട്ട് നടത്താം. അത് നടക്കില്ല ജോ. എൻ്റെ മൂത്ത കൊച്ചിനെ ദൈവം നേരത്തെ അങ്ങ് വിളിച്ചെന്ന് കരുതിക്കൊള്ളാം. ഇവനെ പോലൊരു അന്യാധികാരനെ, അതും തന്തയും തള്ളയില്ലാത്ത ഒരുത്തനെ എൻ്റെ വീട്ടിൽ വിളിച്ചേറ്റേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല. എല്ലാം അറിഞ്ഞോണ്ടല്ലേ അവൾ അവനെ ഇഷ്ടപ്പെട്ടത്. സാറേ, കല്യാണം മുടങ്ങിൻ്റെ നഷ്ടം ഞങ്ങൾ ചെറുക്കൻ വീട്ടുകാർക്ക് കൊടുത്തോളാം. ഇനി ഇവളുമായി ഒരു ബന്ധവും ഇല്ല. നീ ഒരിക്കലും നന്നാവില്ലടേ. അച്ഛാ, കച്ചവടം ഉറപ്പിച്ച് അച്ഛൻ കണ്ടുപിടിച്ച ചെറുക്കനേക്കാളും എൻ്റെ ഈ ചേനെ നന്നായി നോക്കിക്കോളും. അച്ഛൻ്റെ ഭാഷ പറഞ്ഞ ഈ തന്തിയും തള്ളില്ലാത്ത നോക്കിക്കോളും. എന്തൊരു ധൈര്യമാടാ ഇത്. ഈ ഒരു ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാനും ഇറങ്ങി പുറപ്പെട്ടത്. ശരി, എന്നാത്തിനാടാ ഈ ലോഹ ഇട്ടുണ്ട് എന്നെ ഈ പോലീസ് സ്റ്റേഷനൊക്കെ കയറ്റുന്നത്? അതിപ്പോ ലോഹ ഇട്ടില്ലെങ്കിൽ അച്ഛൻ തന്നെയല്ലേ വരേണ്ടത്. ആ, നീ നാളെ കെട്ടിനുള്ളതെല്ലാം തയ്യാറാക്കിക്കോ. കാശൊക്കെ ഉണ്ടോടാ കയ്യില്? സംഘടിപ്പിക്കാം.